ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വേജ്. നമ്മളിന്ന് ഏറ്റവും പുതിയ 2027 സെൽട്ടോസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കാണുന്നത് 2026 അല്ലെങ്കിൽ 2025 മോഡൽ നമ്മുടെ പഴയ വേർഷൻ ഓഫ് സെൽട്ടോസ് ആണ്. ഇനി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്നത് ഏറ്റവും പുതിയ 2027 മോഡൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ 2026 മോഡൽ സെൽട്ടോസ് ആണ്. ഏറ്റവും പുതിയ ഡിസൈൻ ചേഞ്ചോടുകൂടി വന്നിട്ടുള്ള സെൽട്ടോസ് ആണ്. ഫ്രണ്ടൊക്കെ കംപ്ലീറ്റ്ലി ഫുൾ എൻറ്റയർലി ഇത് ഫുള്ള് ഇതിൻ്റെ എന്താ പറയുക ഡിസൈൻസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ രണ്ട് വണ്ടിയും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഫ്രണ്ട് എൻറ്റയർലി മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ ബോക്സി ഡിസൈൻ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു 2027 വണ്ടി വന്നപ്പോഴത്തേനും. നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒരു കർവ്ഡ് ആയിട്ടായിരുന്നു നമുക്ക് വന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ അതിൻ്റെ പ്ലേസ്മെൻറ്റും അതുപോലെ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടെ ഒരു നമ്മുടെ ആ ഒരു പഴയ കാറിഷ് വൈബായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ സ്റ്റൈലിൽ ആണ് നമ്മുടെ ഈ ഒരു പുതിയ എന്താ പറയുക സെൽട്ടോസ് അവർ ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിന് വരുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ബോക്സി ഒരു കോളത്തിൻ്റെ അകത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഇപ്പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഗ്രില്ലിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ ആണെങ്കിലും എൻറ്റയർലി അവർ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഗ്രില്ല് കുറച്ചും കൂടെ എന്താ പറയുക ഒരു സ്ക്വയറിഷ് ഫിനിഷിൽ നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഈ രണ്ട് കോളത്തിൽ മാത്രമേ നമുക്ക് ആ ഒരു എയർ ഇൻടേക്ക് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഡമ്മിയാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഗിയറിൻ്റെ ബാഡ്ജിങ് കാണാം. നമുക്ക് ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് സ്റ്റൈലിങ്ങിലൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. താഴെ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വരും. ഇത് നമുക്ക് വരുന്നത് LX മോഡലാണ്. LX മോഡൽ എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു എന്താ പറയുക ഒരു ഇതിൻ്റെ ഏകദേശം ഒരു താഴ്ന്ന ട്രിം തന്നെയാണ്. എന്നിട്ടും നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം നല്ല ലോഡഡ് ആയിട്ട് നമുക്ക് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇനി നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് രണ്ട് സൈഡിലും രണ്ട് വണ്ടി കിടപ്പുണ്ട്. പഴയ വണ്ടിയും കിടപ്പുണ്ട്, പുതിയ വണ്ടിയും കിടപ്പുണ്ട്. നമുക്ക് പുതിയ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ സ്റ്റാൻസ് നമുക്ക് കുറച്ചും കൂടെ പൊന്തിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ലിഫ്റ്റ് ചെയ്ത ഒരു ഫീൽ ഉണ്ട്. പക്ഷേ ഏകദേശം ഒരേ ഹൈറ്റ് തന്നെയാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബോണറ്റിലൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ബോക്സി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഹൈറ്റ് ഉള്ള ഒരു ഫീൽ നമുക്ക് തോന്നും. പക്ഷെ ഓൾമോസ്റ്റ് ഒരേ ഹൈറ്റ് തന്നെയാണ് നമുക്ക് ഈ രണ്ട് പഴയ വണ്ടിയും പുതിയ വണ്ടിയും തമ്മിൽ വരുന്നത്. നമുക്ക് ഈ ഒരു വീലാർച്ച് ഒക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു ഫൈബർ ഫിനിഷിലുള്ള വീലാർച്ച് ആണ് നമുക്ക് വരുന്നത്. നമുക്കിത് LX മോഡൽ ആയതുകൊണ്ടാണ് നമുക്ക് 16 ഇഞ്ചിൻ്റെ വീൽസ് വരുന്നുണ്ട്, അലോയ് വീൽസും നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് പഴയ മോഡലിലേക്ക് വരുമ്പോഴത്തേനും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ മിറർ വലുതായിട്ടുണ്ട്. നമുക്ക് ആ ഒരു പഴയ സെൽട്ടോസിൽ നമുക്ക് കുറച്ചും കൂടി ചെറിയ മിററായിരുന്നു വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കംപ്ലീറ്റ്ലി ഒരു വലിയ മിറർ തന്നെ നമുക്ക് കിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേനും A പില്ലറിൻ്റെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ പഴയ വണ്ടിയും കൂടെ കാണിച്ചു തരാം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, A പില്ലറിന് നമുക്ക് വലിയ കാര്യമായ ഡിഫറൻസ് വരുന്നില്ല. ഡിഫറൻസ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു B പില്ലറിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലഷ് ഹാൻഡിൽസ് വരുന്നുണ്ട്. പഴയതിൽ വരുമ്പോഴത്തേനും നമുക്ക് സാധാ ട്രഡീഷണൽ ഹാൻഡിലായിരുന്നു വരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് B പില്ലറിൻ്റെ അവിടുന്ന് നമ്മുടെ C പില്ലറിൻ്റെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കോർണിംഗ് ഗ്ലാസും ഓൾമോസ്റ്റ് ഒരു സെയിം ഏരിയ തന്നെയാണ് നമുക്ക് വരുന്നത്. പഴയ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഏരിയ അത്യാവശ്യം എന്താ പറയുക ഭയങ്കര ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു ഗ്ലാസ് ഏരിയയിലെ ഒരു ഡിസൈനിലാണ് വ്യത്യാസം വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് അവിടെ ഒരു സിംഗിൾ പീസായിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്ത് മെർജ് ചെയ്ത് ബാക്കിലേക്ക് വരുന്ന നമുക്കൊരു ഫീൽ നമുക്ക് ഇതിനകത്ത് വരും. അതൊക്കെയാണെങ്കിലും മൊത്തത്തിലൊരു ഗ്ലാസി ഫിനിഷാണ് വരുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒരു സ്റ്റീൽ ഫിനിഷിലാണ് ഇത് എന്താ പറയുക ഇതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്നത് പഴയ മോഡലിലേക്ക് വരുമ്പോഴത്തേനും. ബാക്കിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒരേ ഡിസൈൻ വരുന്നുണ്ട്. വീലാർച്ചിൻ്റെ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ലൈൻസിൽ നമുക്ക് നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഈ ഒരു വീലാർച്ച് കുറച്ചും കൂടെ ബൾക്കി ആയിട്ട് നമുക്ക് തോന്നും. നമ്മുടെ പഴയ മോഡലിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ വളരെ ചെറിയൊരു വീലാർച്ച് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത് ഇങ്ങനെ നമുക്ക് വീലാർച്ച് വരുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടീൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്റ്റാൻസ് വലിയൊരു എന്താ പറയുക ഒരു വലിയൊരു SUV നമുക്ക് കാണുന്ന ഒരു ഫീല് വരും. അതിനുവേണ്ടി തന്നെ ആയിരിക്കണം കിയ ഇങ്ങനെ ഒരു എന്താ പറയുക ലൈൻസ് കുറച്ചും കൂടെ മേളിലേക്ക് കയറ്റി ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് ശരിക്കും ഒരു മാസീവ്നെസ് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഈ രണ്ട് വണ്ടി എടുത്തിടുമ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടെ മാസീവായിട്ട് നമുക്ക് തോന്നും, കുറച്ചൊരു സ്റ്റൈലിഷ് ആയിട്ട് തോന്നും. നമുക്ക് ആ ഒരു റീഫ്രഷ് ആ ഒരു ഫീല് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. നമുക്ക് ഇനി ബാക്ക് സ്റ്റൈലിംഗ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ബാക്കിലും നമുക്ക് ആ ഒരു കണക്റ്റഡ് എന്താ പറയുക ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് തന്നെയായിരുന്നു നമുക്ക് ഇതിൽ പഴയ മോഡലിലേക്ക് വരുമ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ പുതിയ മോഡലിലേക്ക് വരുമ്പോഴത്തേനും അത് കുറച്ചും കൂടി ഒന്ന് ഷാർപ്പായിട്ടുണ്ട്, മൊത്തത്തിലൊന്ന് ഷാർപ്പായിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും പുതിയ EV5 ഏറ്റവും പുതിയ EV9 കണ്ടേക്കുന്ന അതേ ഒരു ഡിസൈൻ സ്റ്റൈലിംഗ് ആണ് വരുന്നത്. നമുക്കൊരു എന്താ പറയുക നല്ല കട്ടിങ്ങും ക്രീസുകളൊക്കെ ഉള്ള നല്ലൊരു എന്താ പറയുക ബോൾഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് പുതിയതിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത്. മൊത്തത്തിൽ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു വണ്ടി ശരിക്കും ബോക്സി ആയിട്ടുണ്ട്.
വരുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക ഒരു ബോക്സി ഷേപ്പിൽ തന്നെയാണ് നമുക്ക് ഇത് വരുമ്പോൾ കിട്ടുന്നത്. നമുക്ക് പഴയ സെൽട്ടോസിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് അത്ര ബോക്സി അല്ല, കുറച്ചും കൂടി ഒരു കാറിൻ്റെ നമുക്ക് ഒരു ട്രഡീഷണൽ കാറിൻ്റെ ഒരു ലുക്കിൽ തന്നെയാണ് നമുക്ക് ആ ഒരു പഴയ സെൽട്ടോസ് വരുന്നത്. പുതിയ സെൽട്ടോസിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് കണക്റ്റഡ് ആണ്. അതുപോലെ നമുക്ക് ഇതാ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ബാക്ക് ക്യാമറാസ് വരുന്നത്. കിയൻ്റെ ലോഗോ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ആയിട്ടാണെങ്കിൽ നമുക്കൊരു ബ്രേക്ക് ലാമ്പിൻ്റെ ആ ഒരു യൂണിറ്റ് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു മോഡലിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് മാനുവലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേനും കിട്ടുന്നുണ്ട്. നല്ല സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. നമുക്കൊരു 3-4 പെട്ടിയൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. പാഴ്സൽ ട്രേ ഒക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ വരുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ആയിട്ട് ഇവിടെ ഈ താഴെയായിട്ട് ഇവിടെയും വരുന്നുണ്ട് ചെറിയൊരു സ്പേസ്. അതല്ലാണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു റൂം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതുപോലെയാണ്. നമുക്ക് ഇതിനകത്ത് ടയറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ടയർ മൊബിലിറ്റി കിറ്റാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ടയർ മൊബിലിറ്റി കിറ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഇതിൻ്റെ ടയർ മൊബിലിറ്റി കിറ്റ് വരുന്നത്. ഇത് ആ ഒരു ടയറിൻ്റെ സീലൻറ്റും പിന്നെ അതിൻ്റെ ആ ഇൻഫ്ലേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെയാണെങ്കിലും ഓടിക്കളിക്കാതിരിക്കാൻ വേണ്ടി താഴെ ഒരു വെൽക്രോ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്ത് തന്നെ തിരിച്ചു വെക്കാം. അപ്പോൾ അത്യാവശ്യം താഴെയാണെങ്കിൽ കുറച്ചും കൂടെ സ്ഥലം വരുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. മൊത്തത്തിൽ വണ്ടി നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി വണ്ടിയാണ് പുതിയ സെൽട്ടോസ്. നല്ലൊരു ചേഞ്ച് തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. പേരിന് വേണ്ടി ഒരു ചേഞ്ച് ഒന്നുമല്ല, നല്ല ഡിഫറൻസ് തന്നെ നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ എന്താ പറയുക എക്സ്റ്റീരിയർ ലുക്കിൽ വന്നിട്ടുണ്ട്. ഇന്റീരിയർ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇന്റീരിയറിൽ പോയിട്ട് നോക്കാം. നമുക്ക് ഇതാണ് കീ വരുന്നത്. ഇതിനകത്ത് ലോക്ക് അൺലോക്ക് ബട്ടൺ, അതുപോലെ റിമോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സാധാരണ നമ്മൾ കീയിൽ കണ്ടുവരുന്ന അതേ ഒരു കീ ഫോബ് തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. നല്ല കീ ഫോബാണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീലൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു കീ ഫോബാണ്. സ്റ്റൈലിഷ് ആണ്, കാണാനും നല്ല രസമുണ്ട്, യൂസബിളും ആണ്. നല്ലൊരു കീ ഫോബാണിത്. നമുക്ക് ഇനി ഉള്ളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ പുതിയ EV5 കണ്ട പോലത്തെ ആ ഒരു നമുക്കൊരു ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. ഹീറ്റഡ് സീറ്റ്സിൻ്റെ നമുക്ക് ആ ഒരു 3-way അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ സൈഡിലാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല നീറ്റ്ലി നമുക്ക് പ്ലേസ് ചെയ്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇത് മൊത്തത്തിലാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇന്റീരിയർ കുറച്ചും കൂടി ആ ഒരു EV5 അല്ലെങ്കിൽ EV9 അല്ലെങ്കിൽ ആ പുതിയ നമ്മുടെ കിയയിൽ കാണുന്ന ആ ഒരു ഡിസൈനിലേക്ക് അവർ മെർജ് ചെയ്തേക്ക് നമുക്ക് കാണാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ അത്യാവശ്യം ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ ബോട്ടിൽ തന്നെ വെക്കാൻ പറ്റും. നമുക്കിവിടെ അത്യാവശ്യം ഒരു സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇവിടെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഡിസ്പ്ലേന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഹിൽ ഡിസൻ കൺട്രോൾ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. മുകളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് AC വെൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലേസ്മെന്റ് ഒക്കെ വരുന്നത്. നല്ലൊരു എന്താ പറയുക നല്ലൊരു ഡിസൈനിലാണ് അവർ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ചെറിയ എലമെന്റ് ഒക്കെ കൊടുത്ത് അവർ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ ആണെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ നമുക്കൊരു എന്താ പറയുക ഒരു ചെറിയ എലമെന്റ് ഇവിടെയും കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് മേളിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ഗ്രേ ടോണും മേളിലേക്ക് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒരു നമുക്കൊരു ലെതർ ഫിനിഷ് തോന്നുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് കുറച്ച് ഡാർക്കാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് വരുമ്പോഴത്തേനും ഒരു ബേജ് ആ ഒരു കളറിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കളർ കോൺട്രാസ്റ്റ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ കണ്ടുവരുന്ന അതേ ഒരു സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ക്രൂസ് കൺട്രോൾ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം കൺട്രോൾ അതുപോലെ ഫോണിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് നമുക്ക് 2 ഡ്രൈവ് മോഡാണ് നമുക്ക് ഈ LXലേക്ക് വരുമ്പോഴത്തേനും കിട്ടുന്നത്. നോർമലും സ്പോർട്ടും ഇത് രണ്ടുമാണ് നമുക്ക് ഇതിനകത്ത് മോഡ്സ് വരുന്നത്. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഡിജിറ്റൽ സ്ക്രീൻ വരുന്നത് നമുക്ക് 12.3 ഇഞ്ചിൻ്റെ 2 സ്ക്രീൻ വരുന്നുണ്ട്. നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന് 12.3 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനാണെങ്കിലും 12.3 ഇഞ്ചിൻ്റെ വേറൊരു സ്ക്രീനും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഇവർ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ആവുന്ന കാണാൻ പറ്റും. ടയർ പ്രഷർ, മോണിറ്റർ സിസ്റ്റവും അതുപോലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. നമുക്കത്
നമുക്ക് അത്യാവശ്യം വലിയ നല്ലൊരു സ്ക്രീൻ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മൾ കണ്ടുവന്ന അതേ ഒരു സ്ക്രീനാണ്. അതിനകത്ത് എല്ലാ ഇൻഫോർമേഷൻ കാര്യങ്ങളും തന്നെ കിയ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഹസാർഡിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ വോളിയം അപ്പ് ആൻഡ് ഡൗണിൻ്റെ ആ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഹോം, മാപ്പ്, സെർച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഫിസിക്കൽ ബട്ടൺ നമുക്ക് വരുന്നുണ്ട്. ഇപ്പം മൊത്തത്തിൽ ടച്ചിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വരുന്നത് നല്ലൊരു യൂസ്ഫുൾ സാധനമാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും നമുക്കിപ്പോൾ മാപ്പ് വേണമെങ്കിൽ മാപ്പിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പിലേക്ക് നമുക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹോം, അതുപോലെ ബാക്കി എല്ലാ മീഡിയ അതിനൊക്കെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഫാൻ സ്പീഡ് നമുക്ക് ഇതേപോലെ നമുക്കൊരു ടോഗിൾ ബാറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. മേളിലോട്ടും താഴോട്ടും ആക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഇൻഡിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. ഡീഫ്രോസ്റ്ററും അതും എല്ലാം നമുക്ക് ഇതേപോലത്തെ നമുക്ക് ടോഗിൾ ബാർസാണ് നമുക്ക് ഇതിനകത്ത് വരുമ്പോഴത്തേനും കിട്ടുന്നത്. മൊത്തത്തിൽ ഈ ഒരു ഭാഗമൊക്കെ ആണെങ്കിൽ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഓരോ മോഡ്സിനും നമുക്ക് ഇതേപോലെ ബട്ടണാണ് വരുന്നത്. നമുക്കിതിങ്ങനെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അത് മാറുന്ന നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ 3 USB Type-Cൻ്റെ ചാർജിങ് പോർട്ട് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഡെഡിക്കേറ്റഡ് സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഫോണ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഗിയർ ലിവർ വരുന്നുണ്ട്. ഗിയർ ലിവർ ആണെങ്കിൽ നമ്മൾ കിയയിൽ കണ്ടുവരുന്ന അതേ ഒരു ഗിയർ ലിവർ ഷിഫ്റ്റർ തന്നെയാണ് നമുക്ക് വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ആയിട്ട് ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ പാർക്കിങ്ങിൻ്റെ ആ ഒരു പാർക്ക് അസിസ്റ്റൻ്റെ ബട്ടൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ക്യാമറ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. 360 ഡിഗ്രി നമ്മൾ ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് 360 ഡിഗ്രി ക്യാമറാസ് നമുക്ക് അവൈലബിൾ ആണ്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ കോയിൻസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. വലിയൊരു ആംറസ്റ്റ് ഒന്നുമല്ല, ചെറിയൊരു ആംറസ്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ ആണെങ്കിലും നല്ലൊരു നമുക്കൊരു സോഫ്റ്റ് ടച്ച് ഫിനിഷ് ഉള്ള ഒരു ആംറസ്റ്റ് ആണ് വരുന്നത്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. അതിനകത്താണ് നമുക്ക് ആ ഒരു 12 വോൾട്ടിൻ്റെ നമുക്ക് ആ ഒരു സോക്കറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും, പേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് പാസഞ്ചർ സൈഡിൻ്റെ ആ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട അതേ ഒരു ഫീലിലാണ് നമുക്ക് മേളിലായിട്ട് നമുക്ക് ആ ഒരു ഡാർക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെ ഒരു ബേജ് ഫിനിഷ് വരുന്നുണ്ട്. താഴെയായിട്ട് കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് നമുക്ക് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഗ്ലോ ബോക്സിലേക്ക് വരുമ്പോഴത്തേനും അത്യാവശ്യം ഡീസൻറ്റ് സ്പേസ് നമുക്ക് ഗ്ലോ ബോക്സിൽ വരുന്നുണ്ട്. അതിനകത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ ഹീറ്റഡ് സീറ്റ്സിൻ്റെ ആ ഒരു ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും ലോക്ക് അൺലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പുറ സൈഡിൽ കണ്ട അതേ ഒരു ലേഔട്ടിലേക്ക് തന്നെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ആണെങ്കിലും വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ സ്പീക്കർ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് അതിൻ്റെ സ്പീക്കറിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ കുറച്ചൊരു ഹൈറ്റ് ഉള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അവർ ഡിസൈൻ ചെയ്യുന്നത് വളരെ അടിപൊളിയായിട്ടാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു വെൽക്കമിങ് ഫീൽ നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടും. പിന്നെ ഇതിന് ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ മാറും. ഇതിന് റൂഫ് ലൈൻ മാറും, സൺറൂഫ് വരും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ഓൺ വരും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യങ്ങളിലൊക്കെ ഡിഫറൻസ് വരും. അങ്ങനെ മൊത്തത്തിൽ കുറച്ചും കൂടെ നമുക്ക് പ്രീമിയം അതിൻ്റെ ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ലൈറ്റ്സ് വരുന്നുണ്ട്. 2 സൈഡിലും നമുക്ക് അങ്ങനെ ടച്ച് കൺട്രോൾ ലൈറ്റ്സ് വരുന്നുണ്ട്. മൊത്തത്തിൽ ഇതൊരു ടച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമുക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. അതുപോലെ ടോയിങ് അസിസ്റ്റ് നമുക്ക് ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരും. SOSന്റെ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് സൺവൈസർ വരുന്നുണ്ട്. സൺവൈസർ നല്ലൊരു വലിയൊരു സൺവൈസർ തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നത്. അതിനകത്ത് ഇവിടെയായിട്ട് നമുക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. റൂഫ് ലൈൻ നമുക്ക് ബേജ് കളറാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴത്തേനും കളറിൽ ചെറിയ ഡിഫറൻസ് വരും. പിന്നെ നമുക്ക് ഇതിനകത്ത് സൺറൂഫ് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ കിട്ടും. സീറ്റ്സ് നമുക്ക് ഇത് LX ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലോത്ത് സീറ്റാണ് വരുന്നത്. ക്ലോത്ത് സീറ്റ് ആണെങ്കിൽ പോലും നല്ല സീറ്റാണ്. നല്ല സൈഡ് ബോൾസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേനും ഇതേ സെറ്റപ്പ്, പക്ഷെ നമുക്ക് അതിനകത്ത് ലെതറാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകിച്ച് ഹെഡ് റെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ഒരു ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേനും ഇതേ മോഡലിൽ തന്നെ നമുക്ക് ലെതറിൽ നമുക്ക് സാധനം കിട്ടും. നമുക്ക് ഇതിൻ്റെ ഒരു കളർ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേജും ഒരു ബ്ലാക്ക് ഫിനിഷുമാണ്. അതുകൊണ്ട് തന്നെ അത്ര നമുക്ക് ചെളിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത്രയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ നമുക്ക് അകത്ത് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇനി ബാക്കിൽ പോയിട്ട് ബാക്കിൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക്
നല്ലൊരു സ്പേസ് നമുക്ക് അകത്ത് വരുന്നുണ്ട്. നമുക്ക് സീറ്റിംഗ് കുറച്ചും കൂടെ ഒരു ഹൈറ്റിലാണ്. നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു പ്ലേസ്മെന്റ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചും കൂടെ ഒരു ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന്റെ സീറ്റ്സ് നമുക്ക് ചെറുതായിട്ട് സ്ലാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ആംറസ്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മോഡലിലേക്ക് നമുക്ക് വരുമ്പോഴത്തേനും കിട്ടുന്നില്ല. മേളിൽ വരുമ്പോഴത്തേനും 2 LED ലൈറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്, കോട്ട് ഹാങ്ങേഴ്സ് വരുന്നുണ്ട്. സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ ഒരു ബേജ് ഫിനിഷ് ഉള്ള നമുക്കൊരു സൈഡ് ഡോർ പാഡാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ബാക്കിലായിട്ട് നമുക്ക് ഹീറ്റഡ് സീറ്റ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല, LX മോഡൽ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമുക്ക് ഇവിടെ സ്പീക്കറിന് നമുക്ക് ആ ഒരു ഗ്രില്ല് കാര്യങ്ങൾ കാണാൻ പറ്റും. താഴെയായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഇതിന് ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു റിഫ്രഷ്ഡ് ഫീൽ നമുക്ക് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ലെഗ് റൂം ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് ഇതിനകത്ത് വരുമ്പോഴത്തേനും കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും AC വെന്റോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേനും കിട്ടുന്നില്ല. താഴെ വരുമ്പോഴത്തേനും നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അത് 2 സൈഡിലും നമുക്ക് ഇതേപോലെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് സീറ്റ്സ് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു ഗ്രേയും അതുപോലെ ആ ഒരു ബ്ലാക്കും ഫിനിഷുള്ള ആ ഒരു സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നത്. കോർണിംഗ് ഗ്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റൂമിയാണ് നമുക്ക് വണ്ടീൻ്റെ അകം വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ നമുക്കിത് എല്ലാം നമുക്ക് വരുന്നത്, ഇതിൻ്റെ ബേസ് പ്രൈസ് വരുന്നത് $28,000 നമുക്ക് ഇത്രയും ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് കിട്ടും. ഹീറ്റഡ് ഫ്രണ്ട് സീറ്റ്സ്, അതുപോലെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ്, അതുപോലെ നമുക്ക് ഈ ഒരു 2 ലിറ്ററിൻ്റെ എൻജിനൊക്കെ ഉള്ള നമുക്ക് നല്ലൊരു ഈ ഒരു ബേസ് വണ്ടിക്ക് $28,000 നമുക്ക് ഇവിടെ കാനഡയിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്യൂവൽ എക്കണോമി നമുക്ക് പറയുന്നത് 7.8 ഒക്കെയാണ് നമുക്കൊരു കമ്പൈൻഡ് ഫിഗർ വരുന്നത്. നമുക്ക് ഇതിനകത്ത് വരുമ്പോഴത്തേനും ഹൈവേയിലൊക്കെ നമുക്ക് 8.5, അതുപോലെ സിറ്റിയിലൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് 8.5, അതുപോലെ നമുക്ക് ഹൈവേയിൽ വരുമ്പോഴത്തേനും നമുക്ക് 7 ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്യൂവൽ എക്കണോമി നമുക്ക് പറയുന്നത്. അതുപോലെ 5 വർഷത്തേക്ക് നമുക്ക് വാറണ്ടി, ഫുൾ കവേർഡ് ആയിട്ടുള്ള വാറണ്ടി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. 5 വർഷത്തേക്ക് പവർ ട്രെയിൻ, അതുപോലെ നമുക്ക് ട്രാൻസ്മിഷൻ, എഞ്ചിനൊക്കെ നമുക്ക് 100,000 വരുന്നുണ്ട്. അതുപോലെ 5 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിയയിൽ നമുക്ക് ഈ ഒരു സെൽട്ടോസിൽ നമുക്ക് അവൈലബിൾ ആണ്. ബാക്കി കിയയിൽ നമുക്ക് ഇതേ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുക. നമുക്ക് ചെറിയൊരു ഡ്രൈവ് പോയിട്ട് വരാം. ഡ്രൈവ് ഞാൻ നേരത്തെ ഓടിച്ചു നോക്കിയായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഈ വണ്ടീൻ്റെ ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് 2 മോഡ്സ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമലും അതുപോലെ സ്പോർട്ടും നമുക്ക് വരുന്നുണ്ട്. രണ്ടിനും 2 ഫീല് നമുക്ക് കിട്ടും. നോർമൽ ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ടോർക്കിൽ ഡിഫറൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതുപോലെ നമുക്ക് ഈ സ്പോർട്ടിൽ ഇടുമ്പോൾ നമുക്ക് ആ ഒരു RPM ശരിക്കും റേസ് ആയി കയറി നമുക്ക് ആ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടും. എന്തായാലും നമുക്കൊരു ഡ്രൈവിന് പോയിട്ട് വരാം. ഇപ്പോൾ നോർമൽ മോഡലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് അതിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല സുഖമായിട്ട് ഇങ്ങനെ വണ്ടി എടുത്തു പോകുന്ന ആ ഒരു ഫീലാണ്. നമുക്ക് ഇനി ഇത് സ്പോട്ടിലേക്ക് മാറ്റുമ്പോൾ തന്നെ, ഓൺ ദ റണ്ണ് തന്നെ നമുക്ക് സ്പോട്ടിലേക്ക് മാറ്റാൻ പറ്റും. മാറ്റുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു RPM ശരിക്കും കയറുന്ന കാണാൻ പറ്റും. നന്നായിട്ട് കയറുന്ന കാണാൻ പറ്റും. നമുക്കിത് ഒരു 3000 RPM നമുക്കിതിങ്ങനെ ജമ്പ് ആവുന്ന കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ. അതുപോലെ നമുക്ക് ഐഡിയലിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു RPM ഓൾമോസ്റ്റ് ഒരു 1000-1500 RPM നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇനി ഇവിടുന്ന് നോർമൽ ഇടാം. നോർമൽ ഇട്ട് കഴിയുമ്പോൾ വളരെ എന്താ പറയുക, നമ്മളൊരു ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പവർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ലീനിയർ ആയിട്ടുള്ള നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പവർ നമുക്ക് കിട്ടും. മാനുവൽ നമുക്കിത് കൺട്രോളിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹാൻഡിലിങ്ങിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് നല്ല സുഖമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, ഇതിന് സ്റ്റിയറിംഗ് ലൈറ്റാണ്, പക്ഷേ ഹാൻഡ്ലിങ്ങിന് ഒരു കുഴപ്പം, ഒരു ഫീഡ്ബാക്കൊക്കെ നമുക്ക് അത്യാവശ്യം ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് നമുക്കിത് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്യുമ്പോഴത്തേന് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പാർക്ക് ചെയ്യാനാണെങ്കിലും ഞാൻ റിവേഴ്സ് പാർക്ക് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഇതിൻ്റെ ക്യാമറേൻ്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഈ ഒരു ക്യാമറ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിംഗ് ഒക്കെ വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ബാക്കിൽ സെൻസേഴ്സ് വരുന്നുണ്ട്, ഫ്രണ്ടിലും സെൻസേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് സെൻസ് ചെയ്ത് ഏത് ഭാഗത്തോട്ടാണ് കൂടുതലും അടുത്തേക്കുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഇനി ആ ഫ്രണ്ടിലേക്ക് ആക്കി കാണിച്ചു തരാം. ഫ്രണ്ടിലേക്ക് ആക്കുമ്പോൾ
ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒബ്സ്ട്രക്കിൾ നമുക്ക് ഇവിടെ കാണുന്ന നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ബാക്കിലേക്ക് ആക്കാൻ പോവാണ്. ബാക്കിലേക്ക് ആക്കുമ്പോൾ നമുക്ക് ഗൈഡഡ് ആംഗിൾസ് ഉള്ള നമുക്ക് ആ ക്യാമറ ലൈൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് തന്നെ നമ്മൾ എങ്ങോട്ട് എത്ര തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എത്തും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ ബാക്കിലേക്ക് ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കല്ലിൻ്റെ ഒരു ചെറിയൊരു വേലി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒബ്സ്ട്രക്കിൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പം നമുക്കിത് കൃത്യമായിട്ട് ഇതേപോലെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അത് ഇവിടെ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഇതിനകത്ത് കാണിക്കും എവിടെയാണ് എങ്ങനെയാണെന്നുള്ള ആ ഒരു എവിടെയാണ് ഒബ്സ്ട്രക്കിൾ എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ആംഗിൾസിൽ നമുക്ക് ഇതിൻ്റെ ക്യാമറ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴോട്ട് കൃത്യമായിട്ട് ആ ഒരു ബാക്കിലെ ആ കല്ലിൻ്റെ ആ ഒരു പോർഷനൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇനി അതല്ല ഇത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു വലിയൊരു സ്ക്രീനിൽ നമുക്ക് കാണുന്ന അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രൊഫൈലിൽ കാണുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. നമ്മളല്ലെങ്കിൽ നോർമലിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫീലിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റാകുമ്പോഴത്തേനും കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു സൂംഡ് ആയിട്ട് കുറച്ചും കൂടി വലിയൊരു ഫീൽഡ് ഓഫ് വ്യൂവിലും പിന്നെ നമുക്ക് ആ ഒരു ഗൈഡഡ് ആംഗിൾസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇതാകുമ്പോൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ പാർക്കിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡ് ബ്രേക്ക് നമുക്ക് എൻഗേജ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഈ വണ്ടി എന്താ പറയുക ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ഡ്രൈവിംഗ് എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കിടുക്കൻ ബൈയാണ്. അതുപോലെ തന്നെ ഈ നല്ലൊരു ചേഞ്ചും കൂടിയാണ്. നമ്മുടെ ആ ഒരു പഴയ മോഡലിൽ നിന്ന് പുതിയ മോഡലിലേക്ക് വരുമ്പോഴത്തേനും നല്ലൊരു ചേഞ്ച് കൂടിയാണ് നമ്മുടെ ഈ ഒരു പുതിയ സെൽട്ടോസ് വരുന്നത്. ഫുള്ളി ലോഡഡ് ആണ്. LX ആയിട്ട് പോലും നമുക്ക് ഇതിനകത്ത് എല്ലാ ഫീച്ചറുകളും തന്നെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് മോഡലിലേക്കൊക്കെ പോകുമ്പോഴത്തേനും ഒരുപാട് ഫീച്ചറുകൾ വരും. ഒരുപാട് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ, അതുപോലെ സ്പീക്കറുകൾ, JBLന്റെ സ്പീക്കറുകൾ വരും. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഹീറ്റഡ് കൂൾഡ് സീറ്റ്സ് വരും. അങ്ങനത്തെ ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് വരും. സൺറൂഫ് വരും. അങ്ങനെ എല്ലാ ഫീച്ചറും കൂടെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ LX മോഡൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ $28,000 നമുക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ പറ്റും. നല്ലൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ടുള്ള നല്ലൊരു വലിയ SUV തന്നെയാണ് നമ്മുടെ ഈ ഒരു സെൽട്ടോസ്. അപ്പോൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ DM ചെയ്യുക. നല്ലൊരു ഡീലിൽ നമ്മൾ എന്തായാലും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ഈ ഒരു സെൽട്ടോസിന്റെ ഇതേ മോഡലിലാണ് നമുക്ക് EV5 വരും. അപ്പോൾ EV5ന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. നമ്മുടെ ചാനലിൽ നമ്മുടെ EV5ന്റെയും അതുപോലെ എല്ലാ വണ്ടികളും തന്നെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നമ്മളെല്ലാ വണ്ടികളും തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റിൽ പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ DM ചെയ്യുക. നല്ല റേറ്റിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.